Assalamualaikum. Welcome to Zahrabanu Cooking and Tips. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂം ഗ്രേവി എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് നമ്മുടെ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്കൊരു മഷ്റൂം ഡിഷ് നമ്മുടെ മീൽസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. ഇങ്ങനെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പട്ട, കറാമ്പൂ, അതുപോലെ തന്നെ ഏലക്ക ഇട്ടിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം നമുക്കൊരു 3 സവാള, ഒരു മീഡിയം സൈസിൽ 3 സവാള സ്ലൈസ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റേണ്ടതുണ്ട്. അപ്പോൾ മഷ്റൂം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ തൊടിയിൽ നിന്നൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വഴറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ പച്ച ചോയൊന്ന് മാറുന്നവരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിൽ ഇപ്പം മഷ്റൂം മാർക്കറ്റിലൊക്കെ വളരെ സുലഭമായിട്ട് ലഭിക്കുന്നതാണ്, പാക്കറ്റായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് മറ്റു മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മല്ലിപ്പൊടി ഞാനൊരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, അതുപോലെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടെ. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിടാം. പക്ഷെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പൂരിയാണ്, അല്ലെങ്കിൽ ടൊമാറ്റോ പൾപ്പ്. ഇത് 2 തക്കാളി അരച്ചെടുത്താണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കളറൊക്കെ മാറി വരും. അപ്പോൾ നമുക്ക് ഈ കൂണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 2 ആഴ്ച പഴക്കമുള്ള പാക്കറ്റാണെങ്കിൽ ഒരിക്കലും വാങ്ങരുത്. അത് തീർച്ചയായിട്ടും കേട് വന്നിരിക്കും. ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കൂണിൽ കറുത്ത പുള്ളികളുണ്ടെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാം. അത് കേട് വന്നുകൊണ്ടിരിക്കുന്ന പാക്കറ്റ് മഷ്റൂമാണെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ കൂണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ഇവിടെ 1 ടേബിൾ സ്പൂൺ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മഷ്റൂം ഇതിലേക്ക് ചെറിയ പീസുകളാക്കി കഴുകി വൃത്തിയാക്കിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ തിക്കായിട്ടാണ് ഇത് കാണാൻ സാധിക്കും. പക്ഷെ നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് വേവിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം കണ്ടതുപോലെ ഈ പരുവത്തിലിരിക്കണം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ നമുക്ക് നമ്മുടെ റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഡിഷാണിത്. Thank you.